എന്നുവെച്ചാൽ മനസ്സ് പല പ്രാകൃത ഭാവങ്ങളെയും പുറത്തേക്ക് എടുക്കും. ഇതിനെ അതിജീവിച്ചുകൊണ്ടിരിക്കണം. അതുവരെ സെക്സിനോട് താല്പര്യമില്ലാത്തവർക്ക് ചിലപ്പോൾ സെക്സിലേക്ക് പോയെന്നിരിക്കും. അതുവരെ ക്രൗര്യമില്ലാത്തവർ വലിയ ക്രൂരരായി പെരുമാറിയിരിക്കും. അതുവരെ വളരെ ദേഷ്യക്കാരായിരുന്നവരെല്ലാം മൃദുവായിരിക്കും. ഇതുപോലെ മനസ്സ് അതിൻ്റെ പല പല ജന്മങ്ങളുടെ ഭാവങ്ങൾ നേടിയെടുത്തതും ഈ ജന്മത്തിൽ കുട്ടിക്കാലം മുതൽ ഇതുവരെ നേടിയെടുത്തതുമെല്ലാം സഞ്ചയിക്കപ്പെട്ടിരിക്കുന്നതിനെ പുറത്തേക്ക് വൈകിട്ട് അന്നന്ന് കിട്ടുന്നതിന് ജസ്റ്റാൾട്ട് തെറാപ്പി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം യൂറോപ്പിലൊക്കെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും പിന്നെ മറ്റൊന്ന് ലക്ഷ്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സാധിക്കുന്നതിലേക്ക് മാത്രമുള്ള വ്യക്തി ആ കാര്യങ്ങൾ സാധിക്കാൻ മാത്രമാണ് ഈ മന്ത്രജപ ഉപാസനയെല്ലാം ഉപയോഗിക്കുന്നത്. ധനികനാവണം, ജാതിയിൽ വമ്പനാവണം, നാട്ടിൽ വമ്പനാവണം, ലോകത്തിൽ വമ്പനാകണം. ഈ വമ്പത്തരങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണല്ലോ എല്ലാവരും അങ്ങനെ തന്നെ. 99%, 99%, ഒരു 10,000-ൽ ഒരാൾ പോലും അതിനപ്പുറത്തേക്കുള്ള ലെവലിൽ ചിന്തിക്കുന്നതേയില്ല. എല്ലാവരും ബാഹ്യമായ കാര്യസാധ്യത്തിന് വേണ്ടി ഒക്കെ തന്നെയാണ് പോയി. അത് തെറ്റല്ല, പക്ഷേ അത് തെറ്റല്ല എങ്കിൽ പോലും ഇതിനപ്പുറമുണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് നീങ്ങണം. ഇവിടെയാണ് ജപം നമ്മളെ കുരുക്കിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, വയറ്റിന് അസുഖം വരും. ഇപ്പം ക്ലീം ഹ്രീം ശ്രീം ഇതൊക്കെ ചെയ്യുന്നവർക്ക് വയറ്റിന് അസുഖം വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് മരുന്നുകൾ കഴിക്കുക. എന്താണെന്ന് അറിയുന്നില്ല, ഡോക്ടർമാർക്കൊരു ഉത്തരം കൊടുക്കാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ വൈദ്യന് കൊടുക്കാൻ കഴിയുന്നില്ല. വൈദ്യൻ ആചാരം ഉള്ള ആളിനല്ലേ ഇത് ബോധ്യമാകത്തുള്ളൂ. ഒരാൾക്കൊരു കുറവ് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനതങ്ങ് പ്രാക്ടീസ് ചെയ്യും എൻ്റെ ജീവിതത്തിൽ. അതിനൊരു ഉത്തരം കൊടുക്കണമെങ്കിൽ എനിക്കതറിയണം എന്ന് പറഞ്ഞ് വേണ്ടാത്ത ശീലങ്ങളോ മദ്യപാനോ അങ്ങനെയുള്ളതൊന്നും ഞാൻ ശീലിച്ചിട്ട് നോക്കിയിട്ടില്ല. ഇതുപോലുള്ള ആത്മീയമായ കാര്യങ്ങൾ എന്താണ് മാറ്റം വരാൻ സാധ്യത എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നോക്കിയറിയും. ഇങ്ങനെ ഉപബോധ മനസ്സ് സർഫസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്കൊരുപാട് കഷായങ്ങൾ പുറത്തേക്ക് വരുമെന്നാണ് പറയുന്നത് അതിന് വേദാന്തത്തിൽ. എന്നുവെച്ചാൽ മനസ്സ് പല പ്രാകൃത ഭാവങ്ങളെയും പുറത്തേക്ക് എടുക്കും. ഇതിനെ അതിജീവിച്ചുകൊണ്ടിരിക്കണം. അതുവരെ സെക്സിനോട് താല്പര്യമില്ലാത്തവർക്ക് ചിലപ്പോൾ സെക്സിലേക്ക് പോയെന്നിരിക്കും. അതുവരെ ക്രൗര്യമില്ലാത്തവർ വലിയ ക്രൂരരായി പെരുമാറിയെന്നിരിക്കും. അതുവരെ വളരെ ദേഷ്യക്കാരായിരുന്നവരെല്ലാം മൃദുവായെന്നിരിക്കാം. ഇതുപോലെ മനസ്സ് അതിൻ്റെ പല പല ജന്മങ്ങളുടെ ഭാവങ്ങൾ നേടിയെടുത്തതും ഈ ജന്മത്തിൽ കുട്ടിക്കാലം മുതൽ ഇതുവരെ നേടിയെടുത്തതുമെല്ലാം സഞ്ചയിക്കപ്പെട്ടിരിക്കുന്നതിനെ പുറത്തേക്കെടുക്കും. ഇനി പ്രായോഗിക ജീവിതത്തിൽ ജപത്തിൻ്റെ പ്രാധാന്യമുണ്ട്. അത് നമുക്ക് ഏറ്റവും പരമപ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. എല്ലാ ദിവസവും മനസ്സിലേക്ക് വലിച്ചു കൂട്ടുന്നതിനെ വൈകുന്നേരം ജപിച്ച് പുറത്ത് കളയുക. വൈകുന്നേരം ജപിക്കുമ്പോഴത്തേന് അന്ന് മനസ്സിലേക്ക് ഓടിക്കയറിയിരിക്കുന്നതെല്ലാം വാഷ് ഔട്ട് ചെയ്യും. നമ്മൾ കഴുകി വൃത്തിയാക്കുക. ഉറക്കം ജപിക്കണം. അതുകൊണ്ട് പണ്ട് വീടുകളിലെ ഓരോ വീടുകളെയും മുമ്പിൽ ചെല്ലുമ്പോൾ കുട്ടികളും പ്രായമുള്ളവരും ഒക്കെ പണ്ട് കേൾക്കുക, ഈയലല്ലോ ഈ ചീവീടിൻ്റെ ശബ്ദം പോലെ, മഴക്കാലത്ത് ചീവീടിൻ്റെ ശബ്ദം പോലെ നാമജപം കേൾക്കാം ഓരോ കുടിലിൻ്റെ മുമ്പിൽ കൂടി നടന്നു പോകുമ്പോൾ പണ്ടൊക്കെ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്. അപ്പോൾ അന്ന് ഇത്രയും മാനസിക പ്രശ്നങ്ങളുമില്ല ആളുകൾക്ക്. അപ്പോൾ അന്നത്തെ അത് സർഫസ് ചെയ്യും. ഇനി രാത്രി ഉറങ്ങിക്കഴിയുമ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഉണർന്നിരിക്കുന്നത് ഉപബോധ മനസ്സാണ്. ബാഹ്യ മനസ്സ് ഉറങ്ങുമ്പോൾ ആന്തരിക മനസ്സ് ഉണരും. ആന്തരിക മനസ്സ് ഉണരുന്നതുകൊണ്ടാണ് സ്വപ്നങ്ങൾ കാണുന്നത് രാത്രിയിൽ കിടന്ന്. അപ്പോൾ ആന്തരിക മനസ്സ് ബാഹ്യ മനസ്സ് നമ്മൾ ഈ ഉറക്കത്തിൽ ഇങ്ങനെ ഉറങ്ങുമ്പോൾ ബാഹ്യമായിട്ടുള്ളതെല്ലാം പോയി, നമ്മളൊന്നും അറിയുന്നില്ല, പേരുന്നാൾ ഇതൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഉണർന്നിരിക്കുന്നത് ആന്തരിക മനസ്സാണ്. ഈ ആന്തരിക മനസ്സിൽ ഈ ജന്മത്തിലും പൂർവ്വജന്മത്തിലും വലിച്ചു കൂട്ടിയത് പലതും കിടപ്പുണ്ട്. വീണ്ടും ഇതിനെ ശുദ്ധീകരിക്കാൻ വെളുപ്പിന് എഴുന്നേറ്റ് ജപിക്കും. വെളുപ്പിന് എഴുന്നേറ്റ് ജപിക്കുമ്പോൾ ഇതെല്ലാം മനസ്സിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 2 നേരം ജപം മുഖ്യം. രാവിലെ എഴുന്നേറ്റ് ജപിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ആന്തരിക മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നതിനെയെല്ലാം പുറത്തേക്ക് എടുത്ത് കളയാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഫ്രീ ആയി. വൈകിട്ട് അന്നന്ന് കിട്ടുന്നതിന് ജസ്റ്റാൾട്ട് തെറാപ്പി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം യൂറോപ്പിലൊക്കെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ പുറത്തേക്ക് കളയുക. ഈ 2 ഇതാണ് കൃത്യമായി നടക്കുന്നത്. അതിന് നമ്മൾക്ക് ഇഷ്ടദേവതയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ മനസ്സിന് സുഖമാണ്. ആ ഭാവം കുടിയേറുകയും ചെയ്യും. എനിക്ക് ഒരുപാട് ഒരുങ്ങാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഒരുക്കത്തിലുള്ള ഭാവത്തിലുള്ളതിനെയൊക്കെ തന്നെ വേണം. എനിക്കൊരുപാട് സ്നേഹമാണ് ഉള്ളിലുള്ളതെങ്കിൽ ആ സ്നേഹോഷ്മളമായ ഭാവത്തിലുള്ള ദേവതകളെ കൂട്ടുപിടിക്കണം. അപ്പോൾ അതെല്ലാം കൊണ്ടും എനിക്ക് ഗുണമാണ്. ആ ദേവതാഭാവം എനിക്ക് കൂടുതൽ കുടിയേറുകയും ചെയ്യും. എൻ്റെ ഉപബോധ മനസ്സ് ഒത്തിരി ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. ഇതിനൊക്കെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സൂക്ഷ്മമായ ഉത്തരങ്ങളുണ്ട്, അവിടെയൊക്കെ ചോദ്യങ്ങളുമുണ്ട് ഈ മേഖലകളിലെല്ലാം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഇങ്ങനെ വരുമ്പം രാവിലെയും വൈകിട്ടും ജപിച്ചിങ്ങനെ സർഫസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സാധ്യതകളെല്ലാം പുറത്തേക്ക് വരും. ചിലരപ്പോൾ പാടാൻ തുടങ്ങും, ചിലരപ്പോൾ അതുവരെ ഇല്ലാത്ത ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങും. ഞാനുമൊക്കെ ഇങ്ങനെ തന്നെയാണ് വന്നത്.
അതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാം. എനിക്കാണെങ്കിൽ കുട്ടിക്കാലത്ത് വലിയ നാണം കുടുങ്ങിയായിരുന്നു. പിന്നെ ഞാൻ എത്രയോ സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നു, 1000. ആ ലെവലിലേക്ക് ഞാൻ മാറിയെല്ലാം ഇത്തരം ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയതിൻ്റെ ഗുണമാണ്. ഇത് നമ്മൾ ബോധപൂർവം ചെയ്യണം. ഇത് തന്നെയാണ് നടക്കുന്നത്. ഇതിൽ അർത്ഥമില്ലാന്ന് ചിന്തിക്കുന്നവരോട് നമ്മൾ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്താൽ അവരെന്ത് പിന്നാലെ പോയിക്കോളും. ജ്ഞാനയോഗവാസനകളുള്ളവരുണ്ട്. ഏത് വിഷയത്തിൻ്റെയും പിന്നാമ്പുറം അറിയുക. ഇതിൻ്റെ പിന്നിലെന്ത്? എനിക്ക് അങ്ങനെ ഒരു വ്യക്തിയോട് ആകർഷണം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെന്ത്? ഇങ്ങനെ ഏത് വിഷയത്തിൻ്റെയും കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും എല്ലാം പിന്നാമ്പുറങ്ങൾ തപ്പിപ്പോയി അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ എളുപ്പം ബോധാതീതരാണ്. അതുകൊണ്ടാണ് ജ്ഞാനയോഗ മാർഗത്തിൻ്റെ പ്രാധാന്യം വളരെയേറെ മുന്നിട്ട് നിൽക്കുന്നത്. അതിനെ കുറേയേറെ ഭാരതീയരിപ്പോൾ അവഗണിച്ചു എന്നുള്ളതാണ് വന്നിരിക്കുന്ന പ്രശ്നം. അങ്ങനെയുള്ളവർ ജപിക്കണം. അങ്ങനെയുള്ളവരോട് ഈ ഭക്തിയോഗം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരോട് വെറുതെ കൃഷ്ണനെ ഭജിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന ദേവതയെ ഭജിച്ചാൽ, അല്ലെങ്കിൽ ശിവനെ ഭജിച്ചാൽ ഇങ്ങനെ വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ അവരതിനെ സമ്മതിക്കണമെന്നില്ല. നീ നിൻ്റെ മനസ്സിൻ്റെ ഭാവത്തിനനുസരിച്ചുള്ള ഒരു ദേവതയെ ഉപാസിക്കൂ. ആ ഉപാസനയുടെ ആ ജപത്തിൻ്റെ അല്ലെങ്കിൽ ആ മുദ്രകളുടെ പ്രാധാന്യം ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കും. ഓ അത് ശരി എന്ന് പറഞ്ഞ് അവൻ ചെയ്യും. ഇത് പറഞ്ഞു കൊടുക്കുകയില്ല, അറിയുകയുമില്ല. പറഞ്ഞു കൊടുക്കാനിരിക്കുന്നവർക്ക് അറിയുകയില്ല, അതുകൊണ്ട് നടക്കുകയില്ല. പിന്നെ എത്രമാത്രം ജപിച്ചാലാണ് എൻ്റെ സാധ്യതകൾ പുറത്തേക്ക് വരുന്നതെന്നുള്ളത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഞാൻ 12,000 ജപിച്ചു. പണ്ടൊരാളെൻ്റെ അടുക്കൽ ഇതുപോലെ പറഞ്ഞു, ജ്യോതിഷം പഠിക്കാൻ ഒരു യുവാവ് വന്നു. എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു 6 മാസം കൊണ്ട് 6 വർഷമോ ഇത്രയും വർഷം ഞാൻ പറഞ്ഞവർക്ക് ഞാൻ പഠിപ്പിച്ചു തരാം, പഠിച്ചതല്ല, എനിക്കറിയാവുന്ന എല്ലാം പറഞ്ഞുതരാം. 6 ദിവസം കൊണ്ടും പറഞ്ഞു തരാൻ ഞാൻ സന്നദ്ധനാണ്. ഇത് ആനയാ കൂനയാണെന്നൊന്നും പറഞ്ഞ് എനിക്കൊരു ചിന്തയും ഇല്ല. ഇതിന് വലിയൊരു സാന്ദ്രത ഭാവിച്ചിരിക്കാൻ ഞാൻ ആരുമല്ല. ഞാൻ ഋഷികളുടെ പിന്നാമ്പുറങ്ങളിലൂടെ വന്ന ഒരാൾ മാത്രമാണ്. ഞാനിത് ശൂന്യാകാശത്തിലൂടെ നോക്കി പഠിച്ചതല്ല. കാരണം അതാണ്, അങ്ങനെ ചിന്തിക്കും തോറുമേ എനിക്ക് ജ്യോതിഷത്തിന് ആഴങ്ങളെ അറിയാനും സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒന്നും അവസാന വാക്കുമല്ല. പിന്നെ ഞാൻ ഇത്രയും കാലം കൊണ്ട് എൻ്റെ ഗവേഷണത്തിലൂടെയും നിരന്തരം ചൊല്ലിയത് കൊണ്ടും ഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സന്നദ്ധനായിരിക്കണം. അതിന് അത്രമാത്രം ജപിച്ചടങ്ങി വരണം മനസ്സുമായിട്ട്. ഇപ്പോൾ ഗായത്രി മന്ത്രം ഞാൻ ജപിക്കും എന്നൊക്കെ പറഞ്ഞു. ഗായത്രി ജപിച്ചിട്ട് വരും, ജപിക്കത്തില്ല, കുറച്ച് ജപിച്ചിട്ട് വരും. ഞാനാണെങ്കിൽ വളരെ വേഗം പറഞ്ഞും പോകും. എളുപ്പം കയറണം അത്രമാത്രം. അപ്പോൾ ഞാൻ 12,800 രൂപ ജപിച്ചിട്ട് വരും. പിന്നെ കേൾക്കുകയില്ല. പക്കും മൂലയൊക്കെ ജപിച്ചിട്ടിങ്ങനെ വരും, 10-100 ഒക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞത് നടക്കുകയില്ല. അത് നടക്കില്ല. കാരണം എനിക്കിതും പറഞ്ഞുകൊണ്ട് നിന്നെയും കൊണ്ട് രാപകൽ ഇരിക്കാനൊക്കെ അല്ല. ഞാൻ എൻ്റെ ഗവേഷണത്തിലാണ്. എനിക്കിതും പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് ഇങ്ങനെ നിന്നെ ഞാനൊരു ശിഷ്യനെ സൃഷ്ടിച്ചു, പിന്നെ എൻ്റെ കൂടെ വന്നിട്ട് എല്ലായിടവും സഞ്ചിയും തൂക്കി കൂടെ നടക്കുക, എന്നെ ഓച്ഛാനിച്ച് നിൽക്കുക, ഞാൻ ഏതാണ്ട് ചൊവ്വയും ശുക്രനെയും ശനിയൊക്കെ അനുസരിപ്പിക്കുന്ന ഒരു മഹാനാണെന്ന് നീ ധരിക്കുക. ഈ അഭൗമതയൊന്നും എന്നിൽ കാണരുത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിനകത്തൂടെ കൂടെ കൊണ്ടുപോകേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തകൾ, ഒത്തിരി ചോദ്യങ്ങൾ വന്നാൽ ഞാൻ പറഞ്ഞു തരാം. താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.